Hi friends, this is an evening snack. Evening snack is breakfast. So, this snack is mainly Kannur area. Kannur area is Kannurappam item. നമ്മൾ ഉണ്ണിയപ്പത്തിനെ പോലെ തന്നെയാണ് കാഴ്ചയിലൊക്കെ പക്ഷേ ഒരു വെള്ള കളറാണല്ലേ ഉണ്ണിയപ്പത്തിന് നമ്മൾ ബ്രൗൺ കളറല്ലേ ഇതിനൊരു വെള്ള കളറാണ് അപ്പോൾ എങ്ങനെ ആ വെള്ള കളറാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ അപ്പോൾ എങ്ങനെയാ അത് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാല്ലേ അപ്പോൾ ഇതിനു മുന്നേ ഞങ്ങൾ ഇതുപോലെ അപ്പങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ചക്കയപ്പം ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കോഴിക്കോട് കിട്ടുന്ന ഒരു സ്പെഷ്യൽ അപ്പത്തെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇതുപോലെ കണ്ണൂരിന്റെ തന്നെ മറ്റൊരു ഐറ്റം ഞങ്ങൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു പത്തൽ കണ്ണൂരിലെ പത്തൽ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് വീഡിയോ ഒന്ന് പോയി കണ്ടുവരും അപ്പോൾ ഇന്നത്തെ വിഭവമായ കണ്ണൂരപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതും എന്തൊക്കെ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഉള്ളത് നമുക്കൊന്ന് നോക്കി തരാം ഞാൻ രശ്മി മനോജ് കുമാർ വെൽക്കം ടു ഡെലീഷ്യസ് ഡെസ്റ്റിനീസ് അപ്പോൾ നമുക്ക് കണ്ണൂരപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള 4 ഐറ്റംസാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു 1.5 കപ്പ് പച്ചരി 1 കപ്പ് ചോറ് 1 കപ്പ് ഷുഗർ പിന്നെ ഒരു 1/2 കപ്പ് മൈദ ഇത്രയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പച്ചരി ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച പച്ചരിയാണ് 4 മണിക്കൂർ ശേഷം എടുത്തതാണിത് നമുക്കിതൊക്കെ കൂടി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ചോറും പഞ്ചസാരയും പച്ചരിയും വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചതിന് ശേഷമാണ് മൈദ ഇടുന്നത് ആവശ്യത്തിന് മൈദ ഇട്ട് 1 സ്പൂൺ ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഇത്തിരി ഉപ്പ് മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ച് നമ്മുടെ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് ഈ ഒരു കൺസിസ്റ്റൻസി മതി ഒരുപാട് കട്ടിയായി പോകരുത് ഇനി നമുക്കിതൊരു 8 മണിക്കൂർ പൊങ്ങാൻ വേണ്ടി വെക്കാം 8 മണിക്കൂറിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് 1 സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കും ഒന്നും കൂടി ഇളക്കി നമുക്കിനിത് അപ്പം ഉണ്ടാക്കാൻ എടുക്കാം അപ്പോൾ കര നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു കുഴിയുടെ ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ചാൽ മതി നിറച്ച് ഒഴിച്ചിട്ടുണ്ട് അതിങ്ങനെ പൊങ്ങി വരാൻ പറ്റില്ല അതിൻ്റെ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ ഒരു 3/4 ഭാഗം ഒഴിച്ചാലേ കറക്റ്റ് ഷേപ്പിൽ കിട്ടുള്ളൂ അപ്പോൾ എല്ലാത്തിനകത്തും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒഴിച്ചിട്ട് ഇതിൻ്റെ വെള്ള കളർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇത് മറിച്ചിടാൻ പോവാം ഒരുപാട് നേരം വെയിറ്റ് ചെയ്താൽ ബ്രൗൺ കളറായി പോവും അപ്പോൾ ജസ്റ്റ് ഒന്ന് മാവൊന്ന് സെറ്റായി തുടങ്ങിയാൽ നമ്മളിതാ കണ്ടില്ലേ ബാക്ക് സൈഡ് വെള്ള കളറായി നിൽക്കുമ്പോൾ തന്നെ നമ്മളത് മറിച്ചിടും എല്ലാം മറിച്ചിടുക എല്ലാം അപ്പോൾ മറിച്ചിടുക മറിച്ചിട്ടിട്ടാണ് നമ്മളിത് വേവിക്കാൻ പോകുന്നത് കണ്ടില്ല ബാക്ക് സൈഡ് കണ്ട വെള്ള കളറിലാണ് നിൽക്കുന്നത് ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കുക എല്ലാ അപ്പങ്ങളും മറിച്ചിട്ട് കൊടുക്കുക ഇതാണ് അതിൻ്റെ ടെക്നിക്ക് എന്നാലാണ് നമുക്ക് ആ വെള്ള കളർ കിട്ടുള്ളൂ ഇനി നമ്മളിതൊരു 4 മിനിറ്റോളം നേരം വേവിക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത് ഒഴിക്കുമ്പോൾ മാത്രം ഹൈ ഫ്ലെയിമിൽ വെക്കുക അത് കഴിഞ്ഞ് തീ കുറച്ച് വെക്കുക അപ്പോൾ ഇതൊരു 4 മിനിറ്റ് നേരം ടൈം ലാപ്സിലെടുത്ത വീഡിയോ ആണ് അപ്പോൾ 4 മിനിറ്റ് നേരം കഴിയുമ്പോൾ നമുക്കതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് വരുന്നത് കാണാം ആ ടൈമിലാണ് ഇത് വാങ്ങേണ്ടത് ഇനി ഇത് തിരിച്ചൊന്നും ഇട്ട് കൊടുക്കില്ല ഈ രീതിയിൽ തന്നെ ഇങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുക അതിൻ്റെ സൈഡൊക്കെ കണ്ടോ ബ്രൗൺ കളറായി വരുന്ന ഈ ഒരു പരുവത്തിൽ നമുക്കിത് എടുക്കാം എല്ലാ സൈഡും എല്ലാ അപ്പത്തിൻ്റെയും സൈഡ് ബ്രൗൺ കളറായി വരുന്നുണ്ട് മുകൾ ഭാഗം ഫുള്ള് വെള്ളയായിട്ടുണ്ട് പെട്ടെന്ന് തിരിച്ചിടുന്നതുകൊണ്ടാണ് ആ മുകൾ ഭാഗം വെള്ളയും മറ്റേ സൈഡ് ബ്രൗണും ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഉണ്ണിയപ്പത്തിൽ നിന്ന് കണ്ണൂരപ്പത്തിനുള്ള മെയിൻ ഡിഫറൻസ് ആ കളർ ഡിഫറൻസ് ആണ് ടേസ്റ്റിലും വ്യത്യാസമുണ്ട് കേട്ടോ നമ്മുടെ കണ്ണൂരപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്
വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അത് കണ്ടില്ലേ, അപ്പുറത്തെ സൈഡ് ബ്രൗൺ കളറാണ്, ബാക്ക് സൈഡ് വെള്ള കളറാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി. നിങ്ങൾക്കിപ്പോൾ ടെക്നിക്കൊക്കെ പിടിയിട്ടില്ലേ, അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. കണ്ണൂരപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഞങ്ങൾ ചുട്ടെടുത്ത് നോക്കുക. അതിൻ്റെ സോഫ്റ്റ്നെസ് നോക്കി നിങ്ങൾ, ഇത്ര സോഫ്റ്റായിട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടണേ. ജസ്റ്റ് ഒന്ന് തൊടുമ്പത്തേക്ക് അത് ഇങ്ങനെ ഞെങ്ങുന്നുണ്ട്, അത്രയ്ക്ക് സോഫ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക കണ്ണൂരപ്പം. അപ്പോൾ കണ്ണൂരപ്പത്തിൻ്റെ സീക്രട്ട് എന്താണെന്ന് ഇപ്പോൾ പിടികിട്ടിയില്ലേ? വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ് കണ്ണൂരപ്പം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി വെക്കണം. കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണ്, പക്ഷേ പണി കുറച്ച് കുറവാണ്. ടൈം കുറച്ച് നേരം വെക്കണം എന്നേ ഉള്ളൂ. നമ്മൾ അരി കുതിർത്തൊരു 4 മണിക്കൂർ വെക്കണം, അത് കഴിഞ്ഞ് മാവ് ഒരു 8 മണിക്കൂർ വെക്കണം. അതിൻ്റെ ഒരു ലെങ്ത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് എളുപ്പമുള്ള പണി തന്നെയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ഇടണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാൻ വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസിനെ ഡെലീഷ്യസ് ഡെസ്റ്റിനീസ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ഞാൻ രശ്മി മനോജ് കുമാർ സൈനിങ് ഓഫ്.